ഇന്നത്തെ റെസിപ്പി ഞണ്ടാണ്. അടിപൊളി ഞണ്ട് കിട്ടി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ഹെഡ് പോർഷനൊക്കെ ഇങ്ങനെ തന്നെ രണ്ടായിട്ട് പൊട്ടിച്ചിട്ടു. ഇതുപോലെ കണ്ടോ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം പിന്നെ ബാക്കി എൻ്റെ ലെഗൊക്കെ അതിനകത്ത് നിന്ന് മീറ്റ് മാത്രം ഇങ്ങനെ കുത്തിയെടുത്തു. കാര്യം അതിനകത്ത് മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര പാടാണത് ചെയ്യാൻ, കടിച്ചെടുക്കാൻ. അത് കാരണം അതിനകത്ത് നിന്നുള്ള മീറ്റ് ഞാനിങ്ങനെ കുത്തിയെടുത്തു. അപ്പം അങ്ങനെ അത് റെഡിയാക്കി അതിന് ശേഷം ഒരു മീൻ ചട്ടി, അതായത് നമ്മുടെ ഒരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ടു. കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഫ്രൈ ആകുമ്പോൾ അതിനകത്തേക്ക് സവോള, ഞാനിവിടെ 3 സവോളയാണ് ചേർത്ത് കേട്ടോ. ഇത് ഞണ്ട് 1 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 സവോള ചേർത്ത് കൊടുത്തു, സ്ലൈസ് ചെയ്ത്. 2 പച്ചമുളക് നീളത്തിന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് വാട്ടിയെടുക്കും, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടാണ്, ചെറുതായിട്ട് നുറുക്കിയിട്ട ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി. ഇഞ്ചി 2 ഇഞ്ച് നീളത്തിനാണ് എടുത്തത്. വെളുത്തുള്ളി ഒരു 10-20 അല്ലി ഉണ്ടായിരുന്നു. ഇത്രയും നന്നായിട്ടിങ്ങനെ സ്ലൈസ് ചെയ്ത്, അതായത് ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് ടൊമാറ്റോ, ഞാനിവിടെ 2 ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുത്തത്. ടൊമാറ്റോ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് അറിയാമല്ലോ, ഒരു പച്ചമണമൊക്കെ മാറി നല്ല എന്നിട്ട് വാടിയെടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികളാണ്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഇതിനകത്തേക്ക് ഉലുവാപ്പൊടി കുറച്ച്, പിന്നെ ഒരല്പം മസാല, ഉലുവാപ്പൊടി മസാലയും കൂടെ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മളിവിടെ കുറച്ച് വാളൻ പുളിയുടെ പുളിനീരും കൂടെ ചേർത്ത് കൊടുത്ത്, പുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചേക്കണം ഞണ്ട് അതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു അലക്സൊക്കെ മാറ്റി എൻ്റെ മീറ്റ് മാത്രം കുത്തിയെടുത്തോണ്ട് വളരെ സേഫായിട്ട് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് ഞണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഉപ്പൊന്ന് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തേങ്ങാപ്പാലായിട്ടല്ല എടുത്തത്, തേങ്ങ തിരുമ്മി പാലെടുക്കുകയല്ല ചെയ്തത്. ഞാനിവിടെ പൊടിയാണ്, കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് അത് നന്നായിട്ട് തിക്കായിട്ടൊന്ന് കലക്കി ചേർത്ത് കൊടുക്കുക ചെയ്ത് കേട്ടോ. അത് കാരണം ഇതിങ്ങനെ തിളയ്ക്കേണ്ട അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ആ പാലും കൂടെ ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഞണ്ട് റോസ്റ്റാണിത്. കണ്ടോ, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും, ഞാൻ നേരത്തെ പറയുന്ന എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞണ്ട് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റോസ്റ്റ് പോലെ ചെയ്തെടുത്താണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.